അപ്പോൾ ദുബായിലുള്ളവർക്ക് വരികയാണെങ്കിൽ 1 മണിക്കൂർ 45. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങളെല്ലാം കൂടി ട്രിപ്പ് പോകാൻ തീരുമാനിച്ച് നേരെ ജബൽ അഫീത്തിലേക്ക് ഒരു 3:30 പമ്പിൽ നിന്ന് വണ്ടിയെല്ലാം സെറ്റാക്കി ഞങ്ങളിതാ പോകുന്നതാണേ. നമ്മളെ പൂക്കി വണ്ടിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ പൂക്കി മൂടോണാണ്. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ അബുദാബിയിലേക്ക്. അപ്പോൾ പോകുന്ന വക്കിൽ 2 റുപ്യേൻ്റെ മക്ഡൊണാൾഡ്സും കഴിച്ച് മാപ്പ് നോക്കി കുത്തരിഞ്ഞ് നേരെ വിട്ടതാ അല്ലയിലേക്കാണേ. ഹലോ ഗൈസ്, അങ്ങനെ 3:30 ഇറങ്ങിയിട്ട് ഇപ്പോൾ അത് അബുദാബി അല്ലൈനിൽ ജബൽ അഫീത്തിലെത്തി. ഇവിടുത്തെ വ്യൂ ഒന്ന് കാണാം, മാരക വ്യൂ, രക്ഷയില്ല. ഗായ്സ്, അങ്ങനെ നേരെ പരവരാന്ന് വെളുത്ത് സെറ്റ് വൈബ്. ഇനി കുറച്ച് ചരിത്രം പറഞ്ഞുതരാം. ഈ ജബൽ അഫീത്തില്ലേ അല്ലൈനിലെ ഏറ്റവും ഒരു പ്രസിദ്ധവും ചരിത്ര പ്രധാനവുമായൊരു മലനിരയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട UAE ഒരു മലനിരയാണ് ഇത്. വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദുബായിലുള്ളവർക്ക് വരികയാണെങ്കിൽ 1 മണിക്കൂർ 45 മിനിറ്റ്, ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താം. അങ്ങനെ ഇവിടുത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണാം. ബാ. അങ്ങനെ ആശിക്കൊക്കെ 2 ഫോട്ടോ എടുത്ത് കൊടുത്ത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ കിടക്കുന്ന പൂക്കി. രാവിലെ തന്നെ പൂക്കിൻ്റെ ചെറുകൾ വിളിച്ചിട്ട് ഓടി നടന്ന് കോൾ ചെയ്യുന്ന പറയാൻ പറ്റില്ലല്ലോ, നമ്മളെല്ലാവരും പൂക്കികളാണല്ലോ. അങ്ങനെ അടുത്ത കരിഞ്ഞു പോകുന്ന വെയിൽ പിടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ മല ഇറങ്ങാൻ തീരുമാനിച്ച്. അപ്പോൾ അഫ്സൽക്ക വണ്ടി എടുത്ത് ആദ്യം ഭയങ്കര വൈബാണെങ്കിൽ അടുത്ത 5 മിനിറ്റിനുള്ളിൽ സംഭവം മാറി. എല്ലാവരും ഉറങ്ങി ഗൈസ്, എല്ലാവരും ഉറങ്ങി. ഉറക്കില്ലാണ്ട് രാവിലെ 3:30 ഇറങ്ങിയോണ്ട് കിള്ളി പാറിയിട്ടാളെ കണ്ണെല്ലാം കൂടി ഡോർക്കടിച്ച് മൂഞ്ചിക്ക്. അങ്ങനെ ഞായറാഴ്ചത്തെ കൊന്തൽ പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.